നമ്മുടെ വിഷമഘട്ടത്തിൽ ഒരു വാക്കുകൊണ്ടെങ്കിലും നമ്മളെ ആശ്വസിപ്പിച്ചവരെ നമ്മൾ എന്നും കൂടെ നിർത്തണം. കൂടുതൽ വെളിച്ചം നിങ്ങളെ അന്ധനാക്കും. കുറച്ചിരുട്ടും അത്യാവശ്യമാണ്. ജീവിതവും അതുപോലെയാണ്. സന്തോഷത്തിന്റെ കൂടെ ദുഃഖവും ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം ആസ്വാദികരമാകുകയുള്ളൂ. പരാജിതർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് വിജയിച്ചവർ ശീലിച്ചെടുക്കുന്നത്. വിജയിക്കാൻ തീരുമാനിച്ചവർ ഒരിക്കലും പരാജയത്തെ ഭയപ്പെടുന്നില്ല. പ്രശ്നങ്ങളിൽ സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക. കാരണം സ്വയം തിരിച്ചറിയാനും ഉയർന്നു വരുവാനും നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ജീവിതം സുന്ദരമാണ്. അത് പക്ഷേ ജീവിതത്തോടുള്ള നമ്മുടെ സമീപനം അനുസരിച്ചാണെന്ന് മാത്രം. എപ്പോൾ വേണമെങ്കിലും താഴെ വീഴാവുന്ന ഒരു പളുങ്കുപാത്രമാണ് ജീവിതം. നമ്മുടെ ജീവിതം വെള്ളത്തെ പോലെയാവണം. സാഹചര്യം മാറുന്നതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്താൻ പരിശീലിക്കണം. എങ്കിലും ഒഴുകാനുള്ള വഴി നമ്മൾ തന്നെ കണ്ടെത്തണം. ചില വേദനകൾ തീക്കനലുകൾ പോലെയാണ്. കത്തുകയോ അണയുകയോ ഇല്ല, നീറി പുകഞ്ഞുകൊണ്ടേയിരിക്കും. കാലചക്രത്തിന്റെ കറക്കത്തിൽ ഇന്നത്തെ പരാജയം നാളെ വിജയവും, ഇന്നത്തെ വിജയം നാളെ പരാജയവുമായി മാറാം. എരിഞ്ഞടങ്ങുവാനോ നിരാശയിൽ തലകുനിച്ചിരിക്കുവാനോ ഉള്ളതല്ല ജീവിതം, മറിച്ച് പ്രതീക്ഷയോടെ മുന്നേറുവാനുള്ളതാണ്. ഒന്ന് ക്ഷമിക്കാൻ കഴിയാതെ, ഒന്ന് തോറ്റുകൊടുക്കാൻ കഴിയാതെ നേടിയെടുക്കുന്നതെന്തും പിന്നീടുള്ള ജീവിതത്തിൽ സമാധാനം നൽകിയെന്ന് വരില്ല. നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ വിചാരിച്ചാലും നിങ്ങൾക്ക് കഴിയില്ലെന്ന് നിങ്ങൾ വിചാരിച്ചാലും നിങ്ങളുടെ ചിന്തകൾ ശരിയാണ്. ചിന്തയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. പരാജയങ്ങളെ സാധാരണ സംഭവങ്ങളാക്കി കണക്കാക്കി അടിപതറാതെ ശുഭപ്രതീക്ഷകളുമായി ജീവിതത്തെ നേരിടുക. ഏറ്റവും വലിയ സൗഭാഗ്യം എന്തെന്നാൽ നിറഞ്ഞു കവിഞ്ഞ സൗന്ദര്യമോ സമ്പാദ്യമോ അല്ല, മനസ്സമാധാനം നിറഞ്ഞ ജീവിതമാണ്. ആത്മാർത്ഥ സ്നേഹവും ആഴത്തിലുള്ള വിശ്വാസവും ആരിലും അമിതമായി അർപ്പിക്കരുത്. കാരണം മനുഷ്യൻ മാറും, ഒപ്പം അവരുടെ മനസ്സും. കരയാം, നമ്മുടെ സങ്കടങ്ങൾ തീരുവാൻ വേണ്ടി മാത്രം. ചിരിക്കാം, നമുക്ക് സന്തോഷമുണ്ടാകുമ്പോൾ മാത്രം. എന്നാൽ ഒരിക്കലും മറ്റുള്ളവരെ സങ്കടപ്പെടുത്തുകയോ അവരുടെ വീഴ്ചകളിൽ സന്തോഷിക്കുകയോ ചെയ്യരുത്. 1000 പേർ നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും അപമാനിച്ചാലും പരിഹസിച്ചാലും തളരരുത്. നിങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ അന്തിമ വിജയം നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങളുടെ ഭാവി തീരുമാനം, വർത്തമാനം, ദുഃഖങ്ങൾ ഇവ മൂന്നും ആരോടും പങ്കുവയ്ക്കരുത്. ഒരു കള്ളം കൊണ്ട് നഷ്ടപ്പെടുത്തിയ വിശ്വാസം 1000 സത്യങ്ങൾ കൊണ്ട് തിരിച്ചെടുക്കുവാൻ കഴിഞ്ഞെന്ന് വരില്ല. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.